ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ്. അതിനകത്ത് തുർക്കി നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ മൂന്നാമത്തെ കപ്പലാണ് ഉക്രൈൻ കയറി അടിക്കുന്നത്. ഉക്രൈൻ ഈ ബ്ലാക്ക് സീയിലൂടെ കടന്നു വരുന്ന റഷ്യയ്ക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഷിപ്പുകൾ ഉക്രൈൻ കയറി തകൃതിയായിട്ടുള്ള അറ്റാക്ക്. അത് ഒന്നായി, രണ്ടായി, ഇപ്പം മൂന്നാമത്തെ കപ്പലും കൂടി അടിച്ചിരിക്കുകയാണ്. ഇത്രയ്ക്കും തുർക്കി നാറ്റോയുടെ ഭാഗമാണ്. എന്നിട്ടും തുർക്കിക്കിട്ട് നല്ല രീതിയിലുള്ള അടിയാണ് കിട്ടുന്നത്. അതായത് ഉക്രൈൻ ശരിക്കും തുർക്കിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളാണോ എന്നൊന്നും നോക്കുന്നില്ല. അവരിപ്പോൾ നോക്കുന്നത് റഷ്യ അടുത്ത് നിന്ന് ആരൊക്കെ ട്രേഡ് നടത്തിക്കൊണ്ട് വരുന്നോ അവരെയൊക്കെ അടിക്കുക എന്നുള്ളതാണ് ഉക്രൈൻ്റെ ലക്ഷ്യം. അത് കണക്കാക്കിയാണ് ഉക്രൈൻ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കപ്പൽ അടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തുർക്കിയുടേത്. അപ്പോൾ അടുത്തൊരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഈ റഷ്യയിൽ നിന്ന് മോട്ടിച്ച് വെച്ചിരുന്ന കുറേ സ്വത്തുക്കളുണ്ടല്ലോ, റഷ്യയുടെ ഫ്രീസ്ഡ് അസറ്റ് ഏതാണ്ട് 300 ബില്യൺ വർത്ത് വരും യൂറോപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനിപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് റഷ്യൻ ഫണ്ട് എടുത്തുകൊണ്ടുള്ള കളി വേണ്ട, റഷ്യൻ ഫണ്ടിൽ നിന്നും ഉക്രൈന് ലോൺ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉക്രൈന് ലോൺ കൊടുക്കാൻ സർ കൊലേഡറൽ ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. കൊലേഡറൽ ഇല്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പിനാണല്ലോ ഇതുകൊണ്ട് ബെനിഫിറ്റ് വേണ്ടത്. കാരണം യൂറോപ്പാണല്ലോ ഉക്രൈനെ ഇത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് യുദ്ധം മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ രാജ്യത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡറായിട്ട് നിങ്ങൾ തന്നെ നിൽക്കൂ, നിങ്ങളാണ് സെക്യൂരിറ്റി. ഇനി അതിലുപരിയായിട്ട് എന്ത് കൊലേഡറലാണ് നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെ ഒരു കൊലേഡറൽ സെക്യൂരിറ്റിയോ കോഷൻ ഡെപ്പോസിറ്റോ ഒന്നും തന്നെ വേണ്ട, ഒരു രീതിയിലുള്ള സംവിധാനങ്ങൾ വേണ്ട. നിങ്ങൾ പ്യൂറായിട്ട് പൈസ എടുത്തങ്ങോട്ട് കൊടുക്കുക. അതിന് പകരം റഷ്യൻ ഫണ്ടിനെ കൊലേഡറലായിട്ട് വെച്ചുകൊണ്ടുള്ള ഉക്രൈന് ലോൺ കൊടുപ്പ് ശരിയല്ല. നമ്മളുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് അങ്ങനത്തെ ഒരു കീഴ്വഴക്കം നമുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യൻ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരിപാടി, റഷ്യയുടെ പൈസ അങ്ങ് മോട്ടിച്ച് കളയാമെന്നുള്ള ആ ഒരു പരിപാടിക്ക് ഇപ്പം അമേരിക്ക ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒത്തുചേർന്ന് എടുത്ത തീരുമാനങ്ങളാണ്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമേരിക്ക ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ ഇതിൽ വ്യക്തമാകുന്നത്. ഈ ബെൽജിയം ഇപ്പം യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ മറ്റ് മാർഗങ്ങളിലൂടെ ഉക്രൈന് ഫണ്ട് കൊടുക്കാനുള്ള സാഹചര്യം കണ്ടെത്തണം. കാരണം ഇപ്പം റഷ്യയുടെ ഫണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിൽ ശരിക്കും ബെൽജിയത്തിനാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം റഷ്യയുടെ ഉള്ളിലുള്ളത്. ബെൽജിയം ഇത് മാസങ്ങൾക്ക് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. ബെൽജിയം ഇപ്പോൾ ഇതിൽ ഹാപ്പിയാണ്. കാരണം എന്താണ്? ബെൽജിയത്തിൻ്റെ കുറേ നിക്ഷേപങ്ങൾ മോസ്കോയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും സേവ് ചെയ്യാനാണ് ബെൽജിയം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ റഷ്യയുടെ അസറ്റിൽ ഇവർ കൈകടത്തുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ റഷ്യ യൂറോപ്യൻസിൻ്റെ അസറ്റ് എന്തെല്ലാം റഷ്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അതെല്ലാം തന്നെ ഫ്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബെൽജിയത്തിന് ഇപ്പോൾ ഇത് റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബെൽജിയം ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ പല രാജ്യങ്ങൾക്ക് പല പല തീരുമാനങ്ങളാണ്. അപ്പോൾ ഇതിൽ റഷ്യൻ ഫണ്ടിനെ എടുക്കണ്ട എന്ന് പറഞ്ഞ് അനുകൂലിക്കുന്ന രാജ്യങ്ങളിൽ ബെൽജിയം ഒക്കെ നമ്പർ 1 വരുന്ന ടീമുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽജിയം ഇപ്പോൾ ഒരു എതിർസ്വരം ഉയർത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിൽ. അത് ശരിക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഗുണകരമാകുന്ന രീതിയിലാണ് ബെൽജിയത്തിൻ്റെ ഡിസിഷൻ. ഗാസയുടെ വിഷയത്തിലേക്ക് ഒരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് അവസാനത്തെ ബോഡി കൈമാറിക്കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി DNA പരിശോധനയാണ് നടക്കുന്നത്. അപ്പോൾ അത് 3 ബോഡി ഇതുവരെ കൈമാറിയിട്ടുണ്ട്. അത് 3 പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നത്. ആ 3 ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. റെഡ് ക്രോസ് ആണ് ഈ ബോഡി എത്തിച്ചത്. അപ്പം ഇതിപ്പം DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ഇത് ഇസ്രായേലികളുടെ ബോഡി തന്നെയാണോ, ബന്ദികളുടെ കൃത്യമായിട്ട് ഐഡന്റിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭയങ്കര പ്രതീക്ഷയിലാണ്. അപ്പോൾ ഗാസയുടെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കടക്കുമെന്ന് അവർ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇസ്രായേലിൻ്റെ കയ്യിലാണുള്ളത്. ഇസ്രായേൽ കൺഫേം ചെയ്യണം കിട്ടിയത് ഞങ്ങളുടെ ബോഡി തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതേ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇത് പോസിറ്റീവായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ പ്രതീകമായിട്ടാണ് 2-3 വിഷയങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് നെതന്യാഹുവിന് മാപ്പ് കൊടുക്കുക എന്നുള്ള ഒരു കേസ്. അതിപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാപ്പപേക്ഷ വെച്ചിട്ടുണ്ട്, ശരിയാണ്, അത് ഫീൽ ഗിൽറ്റി ആയതുകൊണ്ടോ അല്ല, അങ്ങനെയൊന്നുമല്ല, അത് നിലവിലെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇസ്രായേലിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ട്രയലുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലുപരിയായിട്ട് റിട്ടയർഡ് ജഡ്ജിമാരെല്ലാം തന്നെ പ്രസിഡന്റ് ഈ രീതിയിൽ ഒരു മാപ്പ് നെതന്യാഹുവിന് കൊടുക്കരുത്, തീർച്ചയായിട്ടും അത് കോടതി ത്രൂ തന്നെയാണ് നടക്കേണ്ടത് എന്നുള്ള നിലപാടാണ് റിട്ടയർഡ് ജഡ്ജിമാർക്കും അതേപോലെ കുറച്ച് ഓപ്പോസിറ്റ് പാർട്ടി ലീഡേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതേസമയം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, കത്ത് ഞാൻ പ്രസിഡന്റിന് കൊടുത്തു കഴിഞ്ഞു, ഇനി റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റിനാണ്. ഐസക് ഹെർസഗോ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഇതിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു ഓപ്പൺ പോൾ, ഓൺലൈൻ പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ പബ്ലിക്കിന് വോട്ട് രേഖപ്പെടുത്താം. അപ്പം മെജോറിറ്റി വോട്ട് എങ്ങനെ വരുന്നോ അതിനനുസരിച്ചുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്നാണ് ഹെർസഗോ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് മറ്റുള്ള ജഡ്ജിമാരെല്ലാം എതിർസ്വരവുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം പബ്ലിക് പോളിന് വിട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നെതന്യാഹുവിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നെതന്യാഹുവിന് അഥവാ ഈ പബ്ലിക് പോളിംഗിൽ ഒരു മുന്നേറ്റം കിട്ടുന്നുവെങ്കിൽ അത് നെക്സ്റ്റ് ഇലക്ഷന്റെ ഒരു സൂചന കൂടിയാണ്.
അടുത്ത ഇലക്ഷനിൽ നെതന്യാഹുവിന് നിൽക്കാനുള്ള ഒരു സൂചന കൂടിയാണ്. അപ്പൊ നെതന്യാഹു ഇൻഡയറക്ട്ലി ഇലക്ഷന് മുൻകൂട്ടി തന്നെ ഒരു ഇലക്ഷൻ റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നെതന്യാഹുവിന് കൃത്യമായിട്ടുള്ള ഡോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിക്വിഡ് പാർട്ടിക്കും വളരെയധികം ഒരു കോൺഫിഡൻസ് ആയി. നെതന്യാഹുവിന്റെ അടുത്ത 5 വർഷം ഉറപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആയി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമാറ്റിക് മൂവ്മെന്റ് ആണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൂടാതെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഗാസയിലെ ബോർഡർ, ഈജിപ്ഷ്യൻ ബോർഡർ ഞങ്ങൾ തുറക്കും, റഫ ബോർഡർ. അപ്പോൾ ഇത് ഈജിപ്തിൽ നിന്നും ആൾക്കാർക്ക് ഉള്ളിലോട്ട് വരാനല്ല, ശരിക്കും ഗാസയിലുള്ള ജനങ്ങൾ ഈജിപ്തിലേക്ക് പോകണം താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് അതിലൂടെ പോവാം, മീൻസ് ഒഴിഞ്ഞു പോവാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഈജിപ്തിന്റെ റഫ ബോർഡർ തുറക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈജിപ്ത് ഇതിനെ ഓപ്പണായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാരണം ഈജിപ്ത് ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിന്റെ ഉള്ളിൽ പ്രശ്നമാവും. കാരണം ഈ പലസ്തീനികൾ ഈജിപ്തിന്റെ ഉള്ളിൽ കടന്നു കയറി പോകുന്നത് ഈജിപ്ഷ്യൻസിന് താല്പര്യമില്ല. ഗാസയിൽ താമസിക്കുന്ന ജനങ്ങൾ ഈജിപ്ഷ്യൻ പൂർവികം കൊണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഈജിപ്ഷ്യൻസിനെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നിലവിലത്തെ ഈജിപ്ഷ്യൻസിന് ഇല്ല. അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പാലസ്തീനിയൻസ് ഈജിപ്തിന്റെ ഉള്ളിലേക്ക് വരുന്നത് ഈജിപ്ഷ്യൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈജിപ്തിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അബ്ദുൽ ഫത്താഹ് അൽ സിസി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇസ്രായേലുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല, റഫ ബോർഡർ അങ്ങനെ തുറന്ന് ഗാസയിലുള്ള ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഈജിപ്ത് സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല തീരുമാനങ്ങളും ബാക്ക് ഡോറിലാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, പലതും ബാക്ക് ഡോറിൽ കൂടെ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് ഓപ്പൺ ആയിട്ട് അംഗീകരിക്കാറില്ല. കാരണം ഇന്നലെ ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവ് ഈജിപ്തിൽ പോയിട്ട് ലെബനാനുമായിട്ട് ഒരു ചർച്ച നടത്തി. അത് കഴിഞ്ഞിട്ട് ഈജിപ്തിനോടൊപ്പം സംസാരിച്ചിട്ട് പറഞ്ഞ തീരുമാനമാണിത്. അപ്പോൾ ഈജിപ്ത് ഇതിനെ ഡിനൈ ചെയ്യുന്നെങ്കിലും അതിന് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ന്യായീകരണങ്ങളുണ്ട്. അതേസമയം ഇസ്രായേൽ പറയുന്നതിലും കാര്യമുണ്ട്. അവർ ബോർഡർ തുറന്ന് പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ അവർ കടത്തിവിടുക തന്നെ ചെയ്യും. അതേപോലെ അമേരിക്ക പാലസ്തീനിയൻ അതോറിറ്റിയുടെ മുഹമ്മദ് അബ്ബാസിന്റെ മേളിൽ വെച്ചിരുന്ന സാങ്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നീക്കിയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഹമ്മദ് അബ്ബാസ്, അതായത് ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറ്റകൃത്യങ്ങൾ, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇസ്രായേലിന്റെ ജയിലിൽ നിന്നും റിലീസായി വരുന്ന ആൾക്കാർക്ക് സ്റ്റൈഫൻഡ് പോലത്തെ പരിപാടി, കുറച്ച് പെൻഷൻ മാതൃകയിലൊക്കെ അതേപോലെ മാസശമ്പളമായിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസ നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പാലസ്തീനിയൻ അതോറിറ്റിയിലെ തീരുമാനം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്ന അവകാശവാദമാണ് മഹ്മൂദ് അബ്ബാസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചിരുന്ന 2-3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് മഹ്മൂദ് അബ്ബാസുമായിട്ട് നല്ല രീതിയിൽ പാച്ചപ്പായി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം പറഞ്ഞിട്ടാണ് ഇപ്പം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ട്, അതായത് അമേരിക്കയിലേക്ക്, ന്യൂയോർക്കിലേക്ക് വരാനും പോകാനുമുള്ള എല്ലാ യാത്രാ വിലക്കൊക്കെ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് മഹ്മൂദ് അബ്ബാസിന്. ഇതിനു മുമ്പ് യാത്രാ വിലക്കുണ്ടായിരുന്നു. ഇൻഫാക്ട് UN മീറ്റിംഗിൽ പോലും പങ്കെടുക്കാൻ മഹ്മൂദ് അബ്ബാസിന് US യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. വിസ വരെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മഹ്മൂദ് അബ്ബാസിന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പം ട്രംപ് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലും ജോർദാനും കൂടി ചേർന്നിട്ട് ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ്, അതായത് ഈ ബോർഡർ ഏരിയയിൽ ഒരു കോമൺ ഏരിയ എടുത്തിട്ടാണ് ഈ ഹോസ്പിറ്റൽ പണിയുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്നത് ക്രോസ് ബോർഡർ ഇൻഡസ്ട്രിയൽ സോൺ എന്നാണ് വിളിക്കുന്നത്. പുതിയൊരു ഇൻഡസ്ട്രിയൽ സോണാണ് കേട്ടോ. നമ്മൾ പല ഫ്രീ സോണും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഇതൊരു ക്രോസ് ബോർഡർ ഇൻഡസ്ട്രിയൽ സോണാണ് ജോർദാനും ഇസ്രായേലും കൂടി ജോയിൻ്റ് ആയിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം പ്രാഥമികമായിട്ട് ആദ്യമായിട്ട് തന്നെ ഹോസ്പിറ്റലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ജോർദാനിയൻസിനും അതേപോലെ ഇസ്രായേലികൾക്കും അതേപോലെ തന്നെ ഗാസയിലുള്ള ആൾക്കാർക്കായാലും ശരി തന്നെ ഇവർക്കെല്ലാം ചികിത്സ തേടാവുന്നതാണ്. ഈ ഹോസ്പിറ്റൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ജോർദാനിലുള്ള പാലസ്തീനികളും അതേപോലെ ഗാസയിലുള്ള ജനങ്ങളും, ഏറ്റവും കൂടുതൽ ജോർദാനികളുമാണ് ഈ ഒരു ഹോസ്പിറ്റൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടാൻ പോകുന്നത്. ഇത് ജോർദാനുമായിട്ട് ഒരു നോർമൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഈ ക്രോസ് ബോർഡർ ഇൻഡസ്ട്രിയൽ സോൺ ജോർദാനും ഇസ്രായേലിനും ഇടയ്ക്ക് ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ ഗാസയിൽ 5 IDF സോൾജേഴ്സ് പരിക്കേറ്റിട്ടുണ്ട്. ശരിക്കും ഗാസയ്ക്കുള്ളിൽ നിന്നും തീവ്രവാദ ആക്രമണം, അതായത് ഈ IDF സോൾജേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ഇവർക്ക് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിബലുകൾ ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ അവിടെ ഇവിടെയും അങ്ങിങ്ങായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് IDFനെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ പൊതുവിൽ സൗദി അറേബ്യ, ജോർദാൻ, മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാസയെ അവർ മറന്നിരിക്കുകയാണ്. ഗാസയെ മറന്നിട്ട് അവർ ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫൈനാൻഷ്യൽ, ട്രേഡ്, വെൽത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ദുബായിൽ വെച്ചിട്ട് നടന്ന അപകടം, നമ്മളുടെ തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ അപകടം. അതിനെ തുടർന്ന് ഇന്ന് നെവേഡയിൽ അമേരിക്കയിൽ F-16 ക്രാഷായി. അതും ഇതേപോലെ ഒരു പരീക്ഷണ പറക്കൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ലോ ഓർബിറ്റ് മെനൂവറിലാണ് ഈ ഒരു ഇതേപോലത്തെ എന്താണോ തേജാസിന് സംഭവിച്ചത് അതേപോലെ തന്നെ ലോ ഓർബിറ്റിൽ പറക്കുന്ന സമയത്ത് ഡെസേർട്ട് മേഖലയിൽ പറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായി അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ആ മെനൂവറിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട്
ഫ്ലൈറ്റ് തറയിൽ വീണ് ക്രാഷായി. പക്ഷേ ഈ സാഹചര്യത്തിൽ പൈലറ്റ് അഥവാ ക്യാപ്റ്റൻ സീറ്റ് എജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. അതാണ് F-16 നടന്നത്. ഇവിടെ നമുക്ക് ദുബായിൽ സംഭവിച്ചത് ശരിക്കും പൈലറ്റിന് അഥവാ ക്യാപ്റ്റന് ആ ഒരു ബോധം നഷ്ടപ്പെട്ട അവസ്ഥയാവാനാണ് സാധ്യത എന്നുള്ളത് ഇത് ഏറ്റവും കൂടുതൽ തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തേജാസിന് ടെക്നിക്കലി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഇന്ത്യ 800 km/h ഒരു പരീക്ഷണം, ഈ സീറ്റ് എജക്ഷൻ അതേപോലെ പൈലറ്റ് റെസ്ക്യൂ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെരിമെന്റ് വിജയകരമായിട്ട് ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 800 km/h നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയും നമുക്ക് ലോ ഓർബിറ്റിലായാലും തന്നെ നമുക്ക് സീറ്റ് എജക്ഷൻ സാധിക്കും. അതിപ്പോൾ ഓട്ടോമാറ്റിക് സീറ്റ് എജക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ അപ്കമിങ് ഫൈറ്റർ ജെറ്റുകളിലെല്ലാം തന്നെ ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അതായത് ഇതിന് മുമ്പുള്ള ഫൈറ്റർ ജെറ്റുകളിൽ ഇന്ത്യയിൽ ഈ ഒരു ഫെസിലിറ്റി ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്, ഇതുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് നടത്തിയിട്ട് ഓട്ടോ മൊഡ്യൂൾ എന്നുള്ള രീതിയിലുള്ള ചില ടെക്നോളജിയൊക്കെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഒന്നുകൂടെ പരീക്ഷണം നടത്തി റീഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി IAIP എന്ന് വിളിക്കുന്ന 2025 വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ബാച്ച് ക്ഷണിക്കുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻസ് അതേപോലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. സെലക്ട് ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ടൈം ലൈനിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ കഴിയുന്നതാണ്. ഇന്ത്യൻ ആർമിക്കാണ് പറയുന്നത്. ഇതിനെ വിളിക്കുന്നത് ഇന്ത്യൻ ആർമി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നാണ് വിളിക്കുന്നത്. വാർ ഡെക്ക് എന്ന് വിളിക്കും. ഇത് വാർ ഗെയിമിംഗ് ഡെവലപ്മെന്റ് സോൺ അല്ലെങ്കിൽ വാർ ഗെയിമിംഗ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, വാർ ഗെയിമിംഗ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് വിളിക്കുന്ന ആ ഒരു പ്രോഗ്രാമും കൂടി ഇതിനകത്ത് ഇൻഡാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ജനുവരി 2026 മുതൽ 31 മാർച്ച് 2026 വരെയാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 75 വർക്കിംഗ് ഡേയ്സ് ആണ്. ഡിസംബർ 1 തീയതി മുതൽ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ വിൻഡോ 7 തീയതി വരെ ഓപ്പൺ ആയിരിക്കും. 7 തീയതി ഈ രജിസ്ട്രേഷൻ ക്ലോസ് ആവും. 10 തീയതി ഇന്റർവ്യൂ നടക്കും. അപ്പോൾ 10 തീയതി ആരൊക്കെ സെലക്ട് ആയി ആരൊക്കെ സെലക്ട് ആയില്ല എന്നുള്ള ആ ഒരു തീരുമാനവും കൂടി അറിയാൻ പറ്റും. വളരെ ക്വിക്ക് പ്രോസസ്സാണ്. ഇന്ത്യൻ ആർമി റെക്കഗ്നൈസ് ചെയ്ത സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഹയർ ആർമി ഒഫീഷ്യൽസിനെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് കിട്ടും. പിന്നെ ആർമിയിൽ തുടർന്ന് പ്രവർത്തിക്കണം, ഫ്യൂച്ചറിൽ ആർമിയിൽ ചേരണം എന്നുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ, കോളേജ് പഠിക്കുന്ന കുട്ടികൾ, അതായത് 10ാം ക്ലാസ്സിന് മുകളിലുള്ള കോളേജ് പഠനം നടത്തുന്ന ആൾക്കാർ വരെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇമേജാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.